നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏഷ്യാനെറ്റ് ന്യൂസും അതുപോലെ തന്നെ റിപ്പോർട്ടർ ടിവിയും തമ്മിൽ വൻ പോര്. കഴിഞ്ഞ ദിവസമൊക്കെ മാനനഷ്ടം അതുപോലെ തന്നെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇരു കൂട്ടരും രംഗത്ത് വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ലയണൽ മെസ്സി അടക്കം അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിരന്തരം വ്യാജ വാർത്തകൾ ചമച്ചു എന്ന ആരോപണം ഉന്നയിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ മാനനഷ്ട കേസുമായി റിപ്പോർട്ടർ ടിവി രംഗത്ത് വന്നിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ 15 പേർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. രാജീവ് ചന്ദ്രശേഖറിന് പുറമെ സിന്ധു സൂര്യകുമാർ, ബിനു വി ജോൺ, PG സുരേഷ് കുമാർ, അബ്ജോദ് വർഗീസ്, അനൂപ് ബാലചന്ദ്രൻ, ജോഷി കുര്യൻ, അഖില നന്ദകുമാർ, ജെവിൻ ടുട്ടു, അശ്വിൻ വല്ലത്ത്, റോബിൻ മാത്യു എന്നിവർക്കാണ് റിപ്പോർട്ടർ ടിവി നോട്ടീസ് അയച്ചത്. റിപ്പോർട്ടർ നൽകിയ മറ്റൊരു ഹർജിയിൽ വ്യാജ വാർത്ത നൽകുന്നതിൽ നിന്ന് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളെ കോടതി വിലക്കിയിട്ടുണ്ട് എന്നും എടുത്തു കാണിക്കുന്നുണ്ട്. ബംഗളൂരു പ്രിൻസിപ്പൽ സിറ്റി സിവിൽ കോടതിയുടേതാണ് ഈ നടപടി. റിപ്പോർട്ടറിനെതിരെ വ്യാജ വാർത്ത നൽകരുതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് കോടതി ശക്തമായ താക്കീത് നൽകിയിരിക്കുന്നു എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. റിപ്പോർട്ടറിന്റെ വിശ്വാസ്യത തകർക്കും വിധം വ്യാജ വാർത്തകൾ നൽകരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. വ്യാജ വാർത്തകൾ ഉടൻ നീക്കം ചെയ്യണം. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് വാർത്തകൾ നീക്കം ചെയ്യണമെന്നും കോടതി ഏഷ്യാനെറ്റ് ന്യൂസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഗൂഗിളിനും മെറ്റയ്ക്കും കോടതി നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ളവർ റിപ്പോർട്ടർ ടിവിക്കെതിരെ നിരന്തരം വ്യാജ വാർത്ത നൽകിയതെന്നാണ് ആരോപണം. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അടക്കമുള്ളവർ കൃത്യമായ വിശദീകരണം നൽകിയിട്ടും വ്യാജ വാർത്ത നൽകുന്നത് ഏഷ്യാനെറ്റ് അടക്കമുള്ളവർ തുടർന്നു. കലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടും വ്യാജ വാർത്തകൾ ചമച്ചതോടെ റിപ്പോർട്ടർ ടിവി നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. മാത്രമല്ല, ഇതിനിടെ റിപ്പോർട്ടർ ടിവിക്കെതിരെ നിർണായക നീക്കം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. മാത്രമല്ല, VT ബൽറാമിന്റെ ഒരു ഇടപെടൽ, അതായത് റിപ്പോർട്ടർ ടിവിക്കെതിരെ വ്യാജ വാർത്തയുമായി KPCC ഉപാധ്യക്ഷൻ VT ബൽറാം വന്നു എന്ന വിവരം. ഫേസ്ബുക്കിലൂടെ ബൽറാം വ്യാജ പ്രചാരണം നടത്തിയെന്നാണ് ആരോപണം. മീഡിയ എഡിറ്റേഴ്സ് പരിപാടിയിലൂടെ ചില ക്ലിപ്പുകൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരെ റിപ്പോർട്ടർ ടിവി നൽകിയ പോലീസ് പരാതി സംബന്ധിച്ചായിരുന്നു ബൽറാം പുതിയ വ്യാജ വാർത്ത ഉണ്ടാക്കിയിരിക്കുന്നതെന്ന ആരോപണമാണ് ശക്തമായത്. പരാതിമേൽ പോലീസ് ഇട്ട FIRന്റെ കോപ്പി റിപ്പോർട്ടറിന് എന്ന് ബ്രേക്കിംഗ് ന്യൂസ് നൽകിയതായാണ് ബൽറാം ആരോപിക്കുന്നത്. എന്നാൽ FIRന്റെ പകർപ്പ് റിപ്പോർട്ടർ എന്ന വാർത്ത ഷൈൻ ടോം ചാക്കോയുടെ കേസുമായി ബന്ധപ്പെട്ടതായിരുന്നു. പരാതി നൽകിയ വാർത്തയും ഷൈൻ ടോം ചാക്കോയുടെ വാർത്തയും ചേർത്ത് വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചാണ് തെറ്റിദ്ധാരണ പരത്തുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് നിലവിൽ ശക്തമാകുന്നത്. അതേസമയം തലയും വാലും തിരിച്ചറിയാത്തവരുടെ ഇത്തരം വ്യാജ പ്രചാരണങ്ങളിൽ റിപ്പോർട്ടർ ടിവി ശക്തമായി അപലപിക്കുന്നുവെന്ന നിലപാടിലാണ് ടീം മാനേജ്മെന്റ്. ബൽറാമിന്റെ ഈ വ്യാജ പ്രചാരണം വിശ്വസിക്കരുതെന്ന് പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നുവെന്നും റിപ്പോർട്ടർ ടിവി വ്യക്തമാക്കി. കോൺഗ്രസിന്റെ ഒരാളാണ് VT ബൽറാം. കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരാളാണ് VT ബൽറാം. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് റിപ്പോർട്ടർ ടിവിയുടെ തീരുമാനം. അതേസമയം റിപ്പോർട്ടർ ടിവിക്കെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. റിപ്പോർട്ടർ ഉടമ ആന്റോ അഗസ്റ്റിൻ, കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ, കോർഡിനേറ്റിംഗ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട്, ന്യൂസ് കോർഡിനേറ്റർ ജിമ്മി ജെയിംസ്, തിരുവനന്തപുരം ബ്യൂറോ ചീഫ് TV പ്രസാദ് എന്നിവരടക്കം 9 പേർക്കെതിരെയായിരുന്നു കേസ്. രാജീവ് ചന്ദ്രശേഖറിന് ബന്ധമില്ലാത്ത BPL എന്ന സ്ഥാപനത്തിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി BJP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അദ്ദേഹത്തിന്റെ പേര് ദുരുപയോഗം ചെയ്ത് വ്യാജ വാർത്തകൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്തതോടെയാണ് മുംബൈ ആസ്ഥാനമായ RHP പാർട്ട്നേഴ്സ് എന്ന നിയമസ്ഥാപനം മുഖേന 100 കോടി രൂപയുടെ നോട്ടീസ് നൽകിയത്. 7 ദിവസത്തിനുള്ളിൽ വ്യാജ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഉന്നയിച്ച വ്യവസായ ഭൂമി ക്രമക്കേട് ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമെന്ന് BPL വ്യക്തമാക്കിയിരുന്നു. നേരത്തെ 2003 സുപ്രീം കോടതി തള്ളിയ ഭൂമി പതിച്ചു നൽകലിലെ ക്രമക്കേടെന്ന ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങൾ അവാസ്തവവും നിയമപരമായി സാധുതയില്ലാത്തവയുമാണെന്ന് BPL ലിമിറ്റഡ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. രാജീവ് ചന്ദ്രശേഖരന് BPL ലിമിറ്റഡുമായി സാമ്പത്തിക ഇടപാടോ ഓഹരി പങ്കാളിത്തമോ ഇല്ല. ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും തെറ്റിദ്ധാരണ ഉയർത്തുന്നതുമാണെന്ന് BPL CEO ശൈലേഷ് ഉദലർ വ്യക്തമാക്കിയിരുന്നു. പതിച്ചു നൽകിയ ഭൂമിയിൽ 1996നും 2004നും ഇടയ്ക്ക് BPL 450 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിരുന്നതായി കമ്പനി അറിയിച്ചു. അർജന്റീന ടീമിന്റെയും മെസ്സിയുടെയും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് മറയ്ക്കാൻ വേണ്ടി ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്നും
ചില ക്രിമിനലുകളും മാധ്യമ മേഖലയിൽ വന്നിട്ടുണ്ടെന്നും അതിനെ നേരിടുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുമ്പ് പറഞ്ഞിരുന്നു. മെസ്സി തട്ടിപ്പ് മറച്ചുവെക്കാനാണ് തനിക്കെതിരായ ഭൂമി വിൽപ്പന ആരോപണം ഉന്നയിക്കുന്നത്. തന്നെക്കുറിച്ച് പറയുന്നതിൽ ഒരു വസ്തുതയുമില്ലെന്നും PPL കമ്പനി തന്നെ ഇത് സംബന്ധിച്ച് വ്യക്തമായ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്തായാലും ഇരു ചാനലുകളുടെയും പോരാട്ടം 100 കോടിയുടെ 150 കോടിയുടെ മാനനഷ്ട കേസുകളുമായി ഒരു വശത്ത് ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ടിവിയും തമ്മിൽ നിയമ പോരാട്ടത്തിലാണ്. മറുവശത്ത് അതിലും രൂക്ഷമായ ബാർക്ക് റേറ്റിംഗ് പോരാട്ടത്തിൽ റിപ്പോർട്ടർ ടിവിക്ക് വൻ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. 42ാം ആഴ്ചയിലെ വാർത്താ ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്നപ്പോൾ 100 പോയിന്റ് മറികടന്നിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. 104 GRP ആണ് ഏഷ്യാനെറ്റ് ന്യൂസ് നേടിയിരിക്കുന്നത്. 2ാം സ്ഥാനത്തുള്ളത് റിപ്പോർട്ടർ ടിവിയാണ്. എന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസുമായി വലിയ അന്തരം പോയിന്റിലുണ്ട് എന്നതാണ് റിപ്പോർട്ടർ ടിവിക്ക് ക്ഷീണമാകുന്നത്. 80 പോയിന്റാണ് റേറ്റിംഗിൽ റിപ്പോർട്ടർ നേടിയത്. ഏറെ നാളുകളായി റിപ്പോർട്ടർ ടിവി ഏഷ്യാനെറ്റും തമ്മിൽ തന്നെയാണ് റേറ്റിംഗ് പട്ടികയിലെ 1-2 സ്ഥാനങ്ങൾക്ക് വേണ്ടി പൊരുതുന്നത്. ഏഷ്യാനെറ്റിനെ ഞെട്ടിച്ചുകൊണ്ട് പലതവണ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്താൻ റിപ്പോർട്ടറിന് സാധിച്ചിരുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയം. ഇടയ്ക്ക് ഏഷ്യാനെറ്റ് 1ാം സ്ഥാനം തിരിച്ചുപിടിച്ചപ്പോഴൊക്കെയും പോയിന്റുകൾ തമ്മിൽ റിപ്പോർട്ടറിന് വലിയ അന്തരമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ന്യൂസ് തങ്ങളുടെ ആധിപത്യം തിരിച്ചുപിടിക്കുന്ന കാഴ്ചയാണ്. റിപ്പോർട്ടറിനേക്കാൾ 24 പോയിന്റാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് അധികമുള്ളത്. 24 ന്യൂസ് തന്നെയാണ് പുതിയ റേറ്റിംഗ് ചാർട്ടിൽ 3ാമത്. 24 ന്യൂസ് നേരത്തെ റിപ്പോർട്ടറിനും ഏഷ്യാനെറ്റിനും വരെ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ റേറ്റിംഗിൽ മുന്നിലെത്തിയിരുന്നു. എന്നാൽ അവിടെ നിന്നും വലിയ വീഴ്ചയാണ് 24 ന്യൂസ് നേരിടുന്നത്. 56 പോയിന്റുകൾ മാത്രമാണ് 24 ന്യൂസിനുള്ളത്. 4ാം സ്ഥാനത്തുള്ളത് മാതൃഭൂമി ന്യൂസ് ആണ്. 24 ന്യൂസിനേക്കാൾ 16 പോയിന്റ് പിന്നിലാണ് മാതൃഭൂമി. മാതൃഭൂമി ന്യൂസിന് പിന്നിലായി 5ാം സ്ഥാനത്ത് മനോരമ ന്യൂസ് ഉണ്ട്. 36 പോയിന്റാണ് മനോരമയ്ക്കുള്ളത്. മനോരമയ്ക്ക് മാതൃഭൂമിക്ക് ഇടക്കാലത്ത് വലിയ വെല്ലുവിളി ഉയർത്തിയ ന്യൂസ് മലയാളം 6ാം സ്ഥാനത്ത് മാത്രമാണ് എത്തിയിരിക്കുന്നത്. 30 പോയിന്റ് മാത്രമേ ന്യൂസ് മലയാളത്തിൽ നേടാൻ സാധിച്ചിട്ടുള്ളൂ. റേറ്റിംഗിൽ ജനൻ ടിവിക്ക് പിന്നിലാണ് കൈരളി ന്യൂസിന്റെ സ്ഥാനം. ജനൻ ടിവി 23 പോയിന്റുകൾ ലഭിച്ച 7ാം സ്ഥാനത്തും കൈരളി 20 പോയിന്റുകളുമായി 8ാം സ്ഥാനത്തുമാണ്. റേറ്റിംഗിൽ വലിയ വീഴ്ച നേരിടുന്ന മലയാളത്തിലെ മറ്റൊരു വാർത്താ ചാനൽ ന്യൂസ് 18 കേരളമാണ്. 12 പോയിന്റുകൾ മാത്രമാണ് ന്യൂസ് 18 കേരളത്തിനുള്ളത്. പട്ടികയിൽ ചാനൽ 9ാമതാണ്. ബാർക്ക് റേറ്റിംഗിന് വിശ്വാസ്യതയില്ലെന്ന് ആരോപിച്ച് ബാർക്ക് ഉപേക്ഷിച്ചിരിക്കുകയാണ് മീഡിയ 1. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.